ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കേരളത്തിലെ സകല ജനപ്രതിനിധികളും നിന്നുകൊണ്ട് ഒരു നിയമസഭാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം പൂർണ്ണമായും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു സാമൂഹിക ജാഗ്രത രൂപപ്പെട്ടു വരാൻ ഈ മാധ്യമപ്രവർത്തനത്തിന് കഴിയുന്നുണ്ട്. റിപ്പോർട്ടർ ടി വിക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ഏറ്റെടുത്ത ജനങ്ങളോട് നമുക്ക് നന്ദിയുണ്ട്. ഇന്ന് ജനങ്ങൾ ഈ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നു. ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കാം, നമ്മുടെ മക്കളിലേക്കും ഇത് എത്തിച്ചേരാം എന്നുള്ളൊരു ബോധത്തിലേക്ക് രക്ഷകർത്താക്കളും കുടുംബത്തിലുള്ളവരും എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളൊരു പോസിറ്റീവായ കാര്യമല്ലേ? ആ പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും എനിക്കില്ല. കാരണം വലിയ മഹാമാരികളും മഹാദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഐക്യപ്പെട്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് നടന്ന നിയമസഭയിലെ ചർച്ചയും ഈ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയും ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകളെയും കാണുന്നത്. അത് നിശ്ചയമായും സംസ്ഥാനത്ത് ഈ പറയുന്ന ഡ്രഗ് മാഫിയയ്ക്കെതിരായിട്ട്, ഈ വലിയ ദുരന്തത്തിനെതിരായിട്ട് ഒരു ഐക്യം രൂപപ്പെടുത്തും. അതൊരു വലിയ പ്രതിരോധം സൃഷ്ടിക്കും. നമ്മൾ ഈ മഹാദുരന്തത്തെ മറികടക്കും, ഒന്നിച്ച് നിന്ന് തന്നെ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്.